നിസാരം ഒരു മല ഇടിഞ്ഞു വന്നപ്പോൾ എത്രയോ ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. അത് മനുഷ്യന്റെ ആർത്തി കൊണ്ട് തനിക്ക് എവിടെയാണ് ഇരിക്കേണ്ടത്, തന്നെ എവിടെ ഇരുത്തണം, ഒന്ന് കുലുങ്ങുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഇളയിപ്പോ ഇതാ കൊണ്ടുപോ, നീ മതിയാക്ക് നിന്റെ കല്ലിനോടും മണ്ണിനോടും മരത്തിനോടുമുള്ള ആർത്തി. അപ്പൊ എന്തായി ചെയ്യുന്നത്? ഒരാളെ ശിക്ഷിക്കാൻ ചെയ്യുമ്പോൾ എല്ലാവരും നിഷ്കളങ്കരായിട്ടുള്ളവരെല്ലാം ശിക്ഷിക്കപ്പെടുന്നില്ലേ? അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറി പെയ്തോളൂ മക്കളെ, ആ ഒരു സ്ഥലം അങ്ങോട്ട്, അങ്ങനെ പറഞ്ഞാൽ മാറും. നിങ്ങൾ പറഞ്ഞു നോക്കൂ, മഴയോട് പറഞ്ഞാൽ മാറും. പക്ഷെ നമ്മൾ പറയുന്ന ആള് അവരുടെ മനസ്സറിയണം. ദൈവം വേറെ, ഞാൻ വേറെ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അമ്മ പരിഹരിക്കുന്നത്? പല രീതിയിൽ പരിഹരിക്കാം. തമ്പാനൂരിൽ എത്തിയപ്പോൾ തന്നെ അമ്മ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയ്ക്ക് മുൻകൂട്ടി കാണാനുള്ള ആ ഒരു ഇതുണ്ട്, അതായത് ഇന്ന ആളാണ് വരാൻ പോകുന്നത്, കാണാൻ പറ്റും, അവരുടെ കൂടെ ആരാണുള്ളത് നേരത്തെ അറിയും. ഒരു അവനവന്റെ സ്വന്തം സന്താനങ്ങള് കരഞ്ഞു ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ കുഞ്ഞിന് എന്താ വേണ്ടതെന്ന് കുഞ്ഞിന്റെ അമ്മയ്ക്ക് അറിയും ആണല്ലോ. ആ കുഞ്ഞിന് വേണ്ടത് എന്താണെന്ന് അമ്മ കൊടുത്തു കഴിയുമ്പോൾ, വിശപ്പ് മാറ്റി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് എന്താണ് കളിപ്പാട്ടമാണോ എന്താണ്, ആ അമ്മ അറിഞ്ഞ് മനസ്സിലാക്കി അതിന് കൊടുത്തു കഴിയുമ്പോൾ അത് ശാന്തമാവും. അതുവരെ കരഞ്ഞ് അലറി അട്ടഹസിച്ച് തട്ടിമറിച്ച് അത് ചെയ്ത്, കുഞ്ഞുമക്കളെന്ന് പറയുന്ന നിഷ്കളങ്കരാണ് അല്ലേ? അതേ നിഷ്കളങ്കത്വമാണ് നമ്മുടെ പ്രകൃതിക്കുള്ളത്. ആ നിഷ്കളങ്കതയെ നമ്മൾ കളങ്കപ്പെടുത്താൻ പോകുമ്പോൾ നിഷ്കളങ്കതയ്ക്ക് വേദന ഉണ്ടാവും അല്ലേ? ആ വേദനയിൽ തിരിച്ചടിച്ചാൽ നമ്മൾ താങ്ങുമോ? താങ്ങില്ല. നിസാരം ഒരു മല ഇടിഞ്ഞു വന്നപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അല്ലേ, എത്രയോ ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. അത് മനുഷ്യന്റെ ആർത്തി കൊണ്ട് തനിക്ക് എവിടെയാണ് ഇരിക്കേണ്ടത്, തന്നെ എവിടെ ഇരുത്തണം, ഈ അണ്ടകടാഹം പോലെ കിടക്കുന്ന ഭൂമിയിൽ ഇന്നവർക്ക് ഇന്ന സ്ഥലം, ഇന്നവർക്ക് ഇന്ന സ്ഥലം എന്ന് സൃഷ്ടാവ് കുറിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ഈ മലകൾ എന്തിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്? നമ്മളുടെ ജീവിതത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒഴുക്കിനെ നിയന്ത്രിക്കാനാണ് മലകൾ. അവിടെ അല്ലേ വെള്ളം എല്ലാം നിറച്ച് വെച്ചിട്ട് നമുക്ക് കുറേശ്ശെ അരുവികളായി തന്നുകൊണ്ടിരിക്കണം. അമ്മയുടെ ഗർഭപാത്രത്തിൽ മക്കളെ ചുമന്നിട്ട് അവസാനം പൂർണ്ണ വളർച്ചയായി പുറത്തേക്ക് തരുന്നത് പോലെ തന്നെയല്ലേ തന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ അതിൽ കയറി അങ്ങോട്ട് മേയാൻ ചെല്ലുമ്പോൾ ഒന്ന് കുലുങ്ങുമ്പോൾ എന്താ മേയാൻ ചെല്ലുന്നത്? എന്താ? കല്ല്, മണ്ണ്, മരം ആണല്ലോ. അതിനെ ആർത്തി പൂണ്ടിട്ട് അങ്ങോട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് പിടിച്ചു വലിക്കുകയാണ്. സ്വന്തം അമ്മയുടെ ഗർഭപാത്രം തന്നെ പിടിച്ച് പറിച്ചെടുത്ത് വിറ്റിട്ട് തിന്നുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. അതേ രീതി തന്നെയല്ലേ ചെയ്യണം പ്രകൃതിയോട്. അപ്പോൾ എന്ത് ചെയ്യും? ഒന്ന് കുലുങ്ങുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഇളയിപ്പോ ഇതാ കൊണ്ടുപോ, നീ മതിയാക്ക് നിന്റെ കല്ലിനോടും മണ്ണിനോടും മരത്തിനോടുമുള്ള ആർത്തി എന്നല്ലേ പറയാ. അതുകൊണ്ട് കൂടുതൽ കല്ലുകൾ തരും. അപ്പോൾ എന്തായി ചെയ്യുന്നത്? ഒരാളെ ശിക്ഷിക്കാൻ ചെയ്യുമ്പോൾ എല്ലാവരും നിഷ്കളങ്കരായിട്ടുള്ളവരെല്ലാം ശിക്ഷിക്കപ്പെടുന്നില്ലേ? അതാ പറഞ്ഞത്. നിങ്ങൾ പ്രകൃതി സ്നേഹികൾ അനേകം പേരുണ്ട്, അവരെയൊക്കെ ഒന്ന് കാണാൻ കൊതിയുണ്ട്. പക്ഷേ എങ്കിലും സ്നേഹം ഇങ്ങനെ ഉള്ളിലൊതുക്കിയിട്ട് പ്രകൃതിയെ സ്നേഹിക്കുന്ന കുറച്ച് കരിയില പെറുക്കി അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് പെറുക്കി നടന്നതുകൊണ്ട് പ്രകൃതി സ്നേഹമായില്ല. പ്രകൃതിക്ക് എന്താ വേണ്ടത്? എന്ത് കൊടുത്താൽ പ്രകൃതി തണുക്കും? ഇന്നിപ്പോൾ കുറച്ചൊരു ശാന്തത വന്നു അല്ലേ? നല്ലൊരു അന്തരീക്ഷം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടാണ്? നമ്മളെ അറിയുന്നുണ്ട്, നമ്മുടെ ആവശ്യം എന്താണെന്ന് അറിയുന്നുണ്ട്. ചിലർ പറയാം ഭയങ്കര മഴയുള്ള സമയത്തായാലും അമ്മയുടെ അടുത്തൊന്ന് പോയേ പറ്റൂ, അമ്മയെ കണ്ടേ പറ്റുമെന്ന്. ഒന്ന് അമ്മയുടെ അടുത്തെത്തുന്നത് വരെ ഒന്ന് ക്ഷമിക്കണമെന്ന് അവർ തന്നെ സ്വയം പറയുമ്പോൾ ഇവിടെ എത്തിക്കുന്നുണ്ട് ബുദ്ധിമുട്ടില്ലാണ്ട്. തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ അമ്മ ഒന്നും നോക്കണം, മഴ പെയ്യില്ല. ചിലർ പറയും ഇതായിരുന്നു കല്യാണമാണ്. അങ്ങനെയാ ഒരു ടീച്ചർ ഇവിടെ എത്തി. ഈ വിളക്കിൻ്റെ തന്ന സന്ധ്യ ടീച്ചർ ആദ്യം വന്നത് ഒരു ചെറിയ പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ടീച്ചറിൻ്റെ കൂടെയുള്ളവർ ഇങ്ങനെ ഓട്ടിസം വന്ന കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാറ്റവും രീതിയാവും പൂർണ്ണതയിലൊക്കെ എത്തിയപ്പോൾ അത് കണ്ടിട്ടാണ് ഒരു സ്കൂളിലെ ടീച്ചേഴ്സ് അധികവും വന്നു കഴിഞ്ഞു. ആ വന്നപ്പോൾ അതായത് ഓട്ടിസം ആ കുട്ടിയുടെ പ്രശ്നം മാറ്റിയപ്പോഴാണ് ടീച്ചർമാർ മാറാത്ത രോഗങ്ങൾ മാറാത്തത് എന്തുണ്ട്? വൈദ്യശാസ്ത്രം ആദ്യകാലത്തെ ശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രമല്ലേ ആയുർവേദം. ആയുർദൈർഘ്യം, ആയുസ്സിനെ നീട്ടിയെടുക്കുന്നതാണ് ആയുർവേദം. അത് വേദത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ടീച്ചർമാർ ഓരോരുത്തരായിട്ട് അറിഞ്ഞറിഞ്ഞ് വരാൻ തുടങ്ങി. അപ്പോൾ ഈ ടീച്ചർ ശാസ്ത്രം പഠിപ്പിക്കുന്ന ടീച്ചറാണ്. അവർ വന്നപ്പോൾ
പറഞ്ഞ ഒരു വാക്ക്, എൻ്റെ അനിയത്തിക്ക് ഇപ്പോൾ മഴക്കാലമാണ്, ഇടവപ്പാതി സമയം, അതേപോലെ മഴക്കാലത്ത് കല്യാണമാണ്. അപ്പോൾ ആ ഒരു എനിക്ക് കല്യാണം തീരുന്നത് വരെ മഴയുണ്ടാവരുത്. അപ്പോൾ വേറെ ഒന്നും പറഞ്ഞില്ല, നിങ്ങൾക്ക് ആ പ്രദേശം മാത്രം, ആ ദേശം എന്നല്ല, ആ ഒത്തിരി സ്ഥലം, കുറച്ച് സ്ഥലം കല്യാണം നടക്കുന്ന ആ ഒരു സ്ഥലം മാത്രം പോരേന്ന് ചോദിച്ചു. വൈകുന്നേരം വീട് എന്താ പറയുക, മറുവീട് കാണുന്നത് വരേക്കും ഒന്ന്, അത്രയും മാത്രം സ്ഥലം പ്രാർത്ഥിച്ചോളൂ. അത്രയും സ്ഥലം മഴ പെയ്യാതിരിക്കാൻ വേണ്ടി വന്നു. ഓരോ പ്രദേശത്തല്ലേ മഴയ്ക്കുള്ള, അവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറി പെയ്തോളൂ മക്കളെ, ആ ഒരു സ്ഥലം നോട്ട് അങ്ങനെ പറഞ്ഞാൽ മാറും. നിങ്ങൾ പറഞ്ഞു നോക്കൂ. മഴയോട് പറഞ്ഞാൽ മാറും. പക്ഷെ നമ്മൾ പറയുന്ന ആള് അവരുടെ മനസ്സറിയണം. ഒരാൾ അമ്മ അടുത്ത് വന്ന് ചോദിച്ചാൽ, അമ്മ കരങ്ങൾ വീശിയപ്പോൾ മേഘങ്ങൾ ഓടിക്കൂടി വലിയ ഗരുഡൻ്റെ രൂപമായി എന്നൊക്കെ പറഞ്ഞു കേട്ടു, കണ്ടു. അപ്പോൾ അതെങ്ങനെയാണ്? ചെറിയൊരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അവർക്ക് എൻ്റെ മനസ്സറിയുന്നുണ്ടാവും അമ്മ എന്തിനാണ് കൈ കാണിച്ചത്. ഒരു അമ്മ മക്കൾ ബന്ധം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ പോലും. അപ്പോൾ നിങ്ങളുടെ വിശപ്പ് അമ്മയ്ക്ക് അവിടെ അടിക്കണം, അപ്പോൾ ആണല്ലോ മനസ്സിൻ്റെ ആ ഒരു ഐക്യം എന്ന് പറയും. എൻ്റെ കുഞ്ഞിന് വിശക്കും, ഇപ്പോൾ നല്ല വിശന്നിട്ടുണ്ട്, അപ്പോൾ കുഞ്ഞിൻ്റെ വിശപ്പ് അമ്മയ്ക്ക് അറിയണം. അതാണ് ബന്ധം എന്ന് പറയുന്നത്. അങ്ങനെ അറിഞ്ഞാലല്ലേ, മനസ്സുകൾ തമ്മിൽ അറിഞ്ഞാലല്ലേ എന്ത് കാര്യം. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്ര പേരോട് പറഞ്ഞാൽ ഇത് വിശ്വസിക്കുമെന്നൊരു അനുഭവം കൊണ്ട് വിശ്വസിക്കണമല്ലോ. വിശ്വാസം എന്ന് പറയുന്നത് അനുഭവം ആയിരിക്കണം, അനുഭവത്തിൻ്റെ ഉറപ്പും ഉണ്ടാവണം, അല്ലാതെ വെറുതെ വിശ്വസിക്കരുത്. അനുഭവത്തിൻ്റെ ഉറപ്പ് വരുമ്പോൾ താനെ നമുക്ക് സ്നേഹം എന്നുള്ള ഇത് വരും. ആ സ്നേഹത്തിൻ്റെ മൂർധന്യാണ് ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ദൈവവും മനുഷ്യനും ഒന്നാകുന്ന ഒരു ഭാഗമാണ്. നീ തന്നെ ഞാൻ തന്നെ നീ എവിടെയും തേടിപ്പോണ്ട, നിൻ്റെ ഉള്ളിൽ ഞാനുണ്ട്, ഞാൻ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് നീ പ്രവർത്തിച്ചോ, അപ്പോൾ എല്ലാം നേരാവും എന്ന്. പഴയ കാലങ്ങളിൽ എങ്ങനെയാണ്, കുടുംബത്തിനകത്ത് തന്നെ ഒരു ചെറിയ വിളക്കും തിരിയോ ഒന്നും കൊടുക്കാൻ പറ്റാത്ത ആൾക്കാർ ആദ്യകാലം പോലെ ഉണ്ടായിരുന്നില്ലേ? അവരെന്താ പറയുക, അവരെന്ത് ഭക്ഷണം കഴിക്കണോ, അല്ല വീട്ടിനുള്ളിൽ വെച്ചുണ്ടാക്കിയിട്ട് ആവി ഇങ്ങോട്ട് വരുന്ന സമയത്ത് അതിൻ്റെ വാസന എടുക്കാൻ വേണ്ടിയിട്ട് വിളിക്കും, ഇത് കഴിച്ചോളണേ, കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. അപ്പോൾ ആദ്യം പരിഗണന ആർക്കാ കൊടുക്കണേ? അവരുടെ ഒരു മുത്തശ്ശി എന്ന രൂപത്തിലോ മുത്തശ്ശൻ എന്ന രൂപത്തിലോ കാർന്നോരെന്ന രൂപത്തിലോ ഒക്കെയല്ലേ കൊടുക്കുക. അപ്പോൾ അത് അനുഭവിക്കുന്ന ആള് എന്താ ചെയ്യും? അവരെ അതേപോലെ സംരക്ഷിക്കും. അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ മുത്തശ്ശന്മാരൊക്കെ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത്, ജ്യേഷ്ഠന്മാരൊക്കെ ജോലിക്ക് പോകുന്ന സമയത്ത് വാഹനം ഉപയോഗിക്കുന്നവർ നോക്കി, കുട്ടികളെ പോകുന്നുണ്ടേ നോക്കി കണ്ട് സൂക്ഷിച്ചു കൊണ്ടുവരിക. അന്തരീക്ഷത്തിനോട് പറയും പോലെ തന്നെ പറയുക, അതേപോലെ ഒരു കാലിലൊരു മുള്ള് പോലും കൊള്ളാതെ തിരിച്ചു വരിക. ഓക്കെ, ഇന്നത് നടക്കുന്നുണ്ടോ? എന്തുകൊണ്ടാ? ദൈവം വേറെ, ഞാൻ വേറെ. കൂലി കൊടുത്ത് ദൈവത്തിനെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിത്തുടങ്ങിയപ്പോഴാണല്ലോ രീതികളൊക്കെ മാറിത്തുടങ്ങിയത്. കൂലി കൊടുക്കുക, എല്ലാത്തിനും കൂലി. അത് ഇങ്ങനെ പരമ്പരയായി ദൈവത്തെ കൊണ്ട് നടത്തി അടിമയാക്കി. അപ്പോൾ ഏതായാലും ക്ഷേത്രങ്ങളിലായാലും തന്നെ ഒരു എന്താ പറയുക, ആകാശം മുട്ട ഒരു തൂണങ്ങട് നിർത്തും അല്ലേ? എന്താ പറയുക അതിന്? പോറ്റി പറയൂ. കൊടിമരം. കാരണം ഇതിനിപ്പുറം നിനക്ക് പ്രവേശനമില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ട് ചെയ്യുക. അപ്പോൾ എന്താ, അടിമയല്ലേ? വിവേകം ഉണ്ടാവില്ല എന്നുണ്ടോ? സകല ബുദ്ധിക്കും ആധാരമായതാണ്. ചിലർ പറയുന്നുണ്ട് ദൈവങ്ങൾക്ക് ബുദ്ധിയില്ല, തിരിച്ചറിവില്ല, ബോധമില്ല. ഇതെല്ലാം ഉള്ളതാണ് പ്രകൃതി എന്ന ശക്തി. ആ ശക്തിക്ക് അതെല്ലാം ഉള്ളത് കൊണ്ടാണ് മനുഷ്യനിലേക്കും അതൊക്കെ പകർന്നു കിട്ടിയത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് വരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അമ്മ പരിഹരിക്കുന്നത്? പല രീതിയിൽ പരിഹരിക്കാം. അവരുടെ ആവശ്യം, അവരുടെ ഇംഗിതം എന്താണോ അതിനനുസരിച്ചിട്ട് പരിഹരിച്ചു കൊടുക്കാൻ പറ്റും. അല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഈ ബാധാദോഷമൊക്കെ ആയിട്ട് വരുന്നവരുണ്ട്. ബാധകളെന്ന് പറഞ്ഞാൽ ബാധിക്കപ്പെടുന്ന എല്ലാം ബാധകളാണ്. അത് ദൈവികതയായാലും ശരി, പൈശാചികമായാലും ശരി. ദൈവികത പോലെ തന്നെ പൈശാചികമുണ്ട്, ഭൂതപ്രേത പിശാചികളും ഒക്കെ ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ സമ്മതിച്ചില്ല, കാരണം എനിക്ക് എല്ലാത്തിനെയും കാണുന്നുണ്ട്.
നിങ്ങളെ കാണുന്ന പോലെ തന്നെ അവരെ കാണുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്, അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വരുന്നവർക്ക് ആ വക കാര്യങ്ങളെല്ലാം ചിലരെന്നെ കാണുമ്പോൾ തിരിച്ച് ഓടിപ്പൊക്കളയും, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. ചിലതിനെ പതിയെ തൂക്കും. അമ്മയുടെ ഗണങ്ങളുണ്ട്, ഇഷ്ടം പോലെ. അമ്മയ്ക്ക് ജോലിക്കാരുണ്ട്. പിന്നെ അവരെ കൊണ്ട് ചെയ്യിക്കില്ല. മക്കളെ കൊണ്ടൊരമ്മ ജോലി ചെയ്യിപ്പിക്കില്ല, അമ്മ ഡയറക്റ്റ് ചെയ്യും അല്ലേ? അങ്ങനെ ചെയ്യും. ഒഴിവാക്കേണ്ടത് ഒഴിവാക്കും. ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്ത് ഇടുക്കി എന്ന് പറഞ്ഞൊരു ദേശത്ത് നിന്നൊരു അമ്മയുമായിരുന്നു. അപ്പോൾ ആ അമ്മയ്ക്ക് 11 വർഷമായിട്ട് അവർ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പിന്നെ എന്താ യഹോവയാണ് എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തി. അപ്പോൾ അത് യഹോവ നിങ്ങളെ വലുതാക്കും എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തീയ രീതിയിൽ കൊണ്ടുപോയിട്ടൊക്കെ ചെയ്തു. ആ അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചുഴലി വരലുണ്ട്. അപ്പോൾ അവർ ഇവിടെ വന്ന് തമ്പാനൂർ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ആളെ കണ്ടു. അമ്മ വലിയ രൂപിയാണ്, അത് ബടാ രൂപം. അതായത് നമ്മളെ കമാനങ്ങളൊക്കെ വലിയ റോഡുകളിൽ കിട്ടുന്നില്ല, അത്രയും വലിപ്പമുള്ള സാധനമാണ്. ഈ പാവ അമ്മയുടെ കൂടെ നിന്നിട്ട് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു വേണ്ടാത്ത ഒരു സാധനമാണ്. പക്ഷേ അപ്പോൾ ചോദിക്കും, ഇതിനെയൊക്കെ എന്തിനാണ് സൃഷ്ടിച്ചത്? ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കണമെങ്കിൽ എത്രയോ മനുഷ്യരുടെ ഒരു ഭാരമാണ് ഒരു ഭൂതത്തിനുള്ളത്, മനസ്സിലായേ? അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ മുന്നിലെത്തണം. നമ്മുടെ മുന്നിൽ പോലും എത്താൻ സമ്മതിക്കില്ല. തമ്പാനൂരിൽ എത്തിയപ്പോൾ തന്നെ അമ്മ കണ്ടു എന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് മുൻകൂട്ടി കാണാനുള്ള ആ ഒരു ഇതുണ്ട്, അതായത് ഇന്ന ആളാണ് വരാൻ പോകുന്നത്, കാണാൻ പറ്റും. അവരുടെ കൂടെ ആരാണുള്ളത് നേരത്തെ അറിയും. പിന്നെ എൻ്റെ ഒരു തട്ടകത്തിൻ്റെ ഉള്ളിലേക്ക് എൻ്റെ ഒരു അതായത് നോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ മാത്രം മതിയല്ലോ അവരെ ഒഴിവാക്കുക, എന്നെ അന്വേഷിച്ച് വരുന്നവർ. അല്ലാതെ വെറുതെ കിടക്കുന്ന എല്ലാത്തിനെയും പെറുക്കി കൂട്ടേണ്ട കാര്യമില്ല. ആവശ്യമുള്ളതിനെ മാറ്റുക. പിന്നെ വെറുതെ കിടക്കുന്ന ഒത്തിരി ഉണ്ട്, അതിനെ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടത് എൻ്റെ ചുമതലയാണ്. ദോഷമുള്ളതായാലും ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്. ഓരോ നമ്മുടെ മലബാർ മേഖലയിലെ ബാലുശ്ശേരി മലനിരകളുണ്ട്. അവിടെ ഒരു നാഗരൂപിണിയാണ്, മഹാനാഗം. അതായത് വാസുകി, ഭഗവാന്റെ വാസുകിയുടെ സഹധർമ്മിണി, 2ാം ഭാര്യയാണ്. അവരുടെ കുലം നമ്മൾ ഈ പറഞ്ഞ പോലെ കാവുകളെ ഒരു കാരണവരെത്തിരി മദ്യം സേവിച്ചുകൊണ്ട് അതിനെ കത്തിച്ച് കളഞ്ഞു. അപ്പോൾ കുട്ടിമക്കളെല്ലാവരും കുറേയൊക്കെ ബന്ധു മരിച്ചു. ഇദ്ദേഹം അവിടുന്ന് ഓടി, പരക്കം പാഞ്ഞു ഓടി. അപ്പോൾ അമ്മയുടെ അരികിലേക്ക് എത്തി. എന്താ ഇനി എവിടെ ഞങ്ങൾക്കൊരു സ്ഥാപനം, എന്നാൽ നാഗലോകത്തേക്ക് പൊക്കോളൂ എന്ന് കൽപ്പിച്ചപ്പോൾ അങ്ങനെ പോവില്ല, അവിടെ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മുന്നിൽ ഇവർ സ്വന്തമായിട്ട് വിലസിയ ഒരു എന്താ പറയുക കൊട്ടാരവും ഒക്കെ ആയിട്ടല്ലേ, റാണിയല്ലേ, പറ്റില്ല, എനിക്ക് ഇവിടെ എവിടെയെങ്കിലും മതി. എന്നാൽ പിന്നെ ഇഷ്ടമുള്ളിടത്ത് തിരഞ്ഞെടുത്തോളൂ. മലനിരകളൊക്കെ അധികവും വനങ്ങൾ, കാവുകളെല്ലാം പലതും അവരുടെയൊക്കെയാണ്, ശക്തികളുടെയൊക്കെയാണ്. അവരെല്ലാം പ്രകൃതിയുടെ ഓരോ ഭാഗങ്ങളാണ്, ഓരോ ശരീരഭാഗങ്ങളാണ്. പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത് ഇവരൊക്കെ. അപ്പോൾ ബാലുശ്ശേരി മലനിരകളിൽ അദ്ദേഹം അങ്ങ് നീണ്ടു നിവർന്ന് കിടന്നു. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ കേരള എക്സ്പ്രസ് പോലെ തന്നെ വളരെ നീളമുള്ള ഒരാളാണ്. അപ്പോൾ ആ മലനിരകളുടെ സൈഡിലൊക്കെ പോയിട്ട് ആൾക്കാർ വീട് വെച്ച് അവർക്ക് ശ്വാസം മുട്ടൽ, സ്കിന്നിൻ്റെ അസുഖങ്ങൾ, ഇതിൻ്റെ വിഷം പ്രകൃതിയിൽ പരക്കുമല്ലോ ശ്വാസത്തിലൂടെ. അങ്ങനെ അവിടെ നിന്ന് 2 കുട്ടികളും എൻ്റെ അടുത്തെത്തി. മോളുടെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളാണ്. അവരമ്മയുടെ അടുത്ത് കുഞ്ഞിൻ്റെ കൂടെ കാണാൻ വേണ്ടി വന്നതാണ്. അന്നാണ് അവർ ലളിത സഹസ്രനാമ സന്ധ്യയ്ക്ക് ജപിച്ചത്. അപ്പോഴാണ് ഇദ്ദേഹം അമ്മയെ ആരെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നത്. അമ്മ ഇതുപോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുഞ്ഞെല്ലാം കണ്ടു, മനസ്സിലാക്കി. ആ സമയത്ത് മറ്റേ ആളും വന്നു. അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണ് വന്നതെന്നുള്ളതിൽ അവരിവിടെ എത്തും. ഇങ്ങനെയാണ് കാര്യം. അപ്പോൾ അമ്മ എനിക്കൊരു ക്ഷേത്രം പണിത് തരാം. എല്ലാവർക്കും ക്ഷേത്രം എന്താ പറയുക, ഉറുമ്പിനും ഈച്ചയ്ക്കും ഒക്കെ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ? ആൾക്കാരെ കൊണ്ട് കഷ്ടമല്ലേ. ഇപ്പോൾ പിന്നെ ക്ഷേത്രങ്ങൾ കാരണം പാദം എടുത്ത് വയ്ക്കാൻ വയ്യാത്ത അവസ്ഥയായില്ലേ എല്ലാവർക്കും, പെട്ടിക്കടകൾ പോലെയായി. കാരണം അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യർ അധപ്പതിച്ചു. ദൈവങ്ങളെ കൊണ്ട് പണിയെടുപ്പിക്കുക, അവർ മൃഷ്ടാന്നം കഴിക്കുക, സൂചിച്ചിരിക്കുക. ഈ ദൈവങ്ങൾ എത്ര കാലം പണിയെടുക്കും അവർക്ക്? നമ്മുടെ ഇന്ത്യയെ വന്നിട്ട് മറ്റുള്ളവർ ഭരിച്ച് അവസാനമായപ്പോൾ ഇന്ത്യക്കാർക്ക് തന്നെ ഹാലിളകി അല്ലേ, ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കണമെന്നായി.
അപ്പോൾ അങ്ങനെ തിരിച്ചു പിടിക്കുമല്ലോ അവർ. ദൈവങ്ങൾ തിരിച്ചു പിടിക്കുക അവരുടെ സ്വാതന്ത്ര്യം. പിന്നെ തിരിച്ചു പിടിക്കില്ലേ? ഇവരറിയാതെ അവരിയ്ക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പോയാൽ ആരറിയുന്നുണ്ട്? ഒരു ഐഡോൾ, ഒരു വിഗ്രഹം ഉണ്ടെങ്കിൽ ആ വിഗ്രഹത്തിനെ പ്രതിനിധീകരിച്ചാണല്ലോ ഒരു ദൈവം എന്ന് പറഞ്ഞിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കണേ. അല്ലാന്നുണ്ടോ? അല്ലാന്നുള്ളവർ വരട്ടെ, പറഞ്ഞു കൊടുക്കാം എവിടെയൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുണ്ടോയെന്നില്ലേന്ന്. അപ്പോൾ അല്ലേ സ്പഷ്ടമാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അമ്മ പറഞ്ഞു ബാധിക്കപ്പെടുന്ന എല്ലാം ബാധകളാണെന്ന്. ഇപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ ഈ ഒരു ശക്തി അതൊരു ബാധയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് എന്നെ ബാധിച്ചതല്ല, എന്നിലുള്ളതാണ്. എൻ്റെ പ്രാണൻ, എൻ്റെ ആത്മാവ്, എൻ്റെ ശരീരം. കുഞ്ഞിലും ഉണ്ട് ഒരു ആത്മാവും ഒരു പ്രാണനും ഒരു ശരീരവും അല്ലേ? ഈ ശരീരം പോയി കഴിഞ്ഞാൽ പ്രാണനും പുറത്തു പോവും, ആത്മാവും പുറത്തു പോവും. ആ ആത്മാവ് പിന്നെ വേറൊരു വസ്ത്രം ഇട്ട് വരും ആണല്ലോ. ആത്മാവിന് നാശമില്ല, നാശരഹിതമാണ് ആത്മാവ്. അത് ദൈവികതയിലും അങ്ങനെ തന്നെ. പരമാത്മാവിന് ഒരിക്കലും നാശമുണ്ടോ? നാശമേ ഇല്ല, നാശരഹിതമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ളിടത്ത് ജനിക്കാം, ഇഷ്ടമുള്ളിടത്ത് അങ്ങനെ. അല്ലാതെ ബാധിക്കപ്പെട്ടിട്ടില്ല.